Let us start the last topic in fiber optic, and that is fiber optic sensors. Fiber optic sensors. So these are sensitive devices, and it is used to measure quantities, physical quantities like temperature, pressure, displacement, liquid level, electric current, optical rotation, etc. Rotation, etc. So this can be measured. These quantities can be measured accurately. So optical fiber is a main part of this optical fiber sensor. Optical fiber is a main part of optical fiber sensor. A sensor should have these components: one source of light, two fiber coil and sensing detector. Fiber coil for sensing and detection. Then so this detects by a process of modulation some characteristics of the light passing through optical fiber gets changed, and that is detected. So that characteristics, depending on the characteristics that is changed, it is used for specific purpose, sensing of specific physical quantity. ഒരു പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ് ലൈറ്റിൻ്റെ ചേഞ്ച് ആവും. ആ ചേഞ്ച് ആവുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണോ അതിനനുസരിച്ചാണ് ഏത് ക്വാണ്ടിറ്റി ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുകയെന്ന് കണ്ടുപിടിക്കുക. ഫോർ എക്സാമ്പിൾ, ഇൻറ്റൻസിറ്റി വേരിയേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനെ ഒരു പ്രത്യേക കാര്യങ്ങൾ, സെൻസേഴ്സിനെ പ്രത്യേക കാര്യങ്ങൾ കണ്ടുപിടിക്കാം, പ്രഷർ ചേഞ്ചിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഫേസ് ചേഞ്ച് ഉണ്ടാവും. ഫേസ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതിന് ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. There are two types of sensors. One is active sensor. Active sensor, they are also called as intrinsic sensors. ഇതിൽ മോഡുലേഷൻ ടേക്സ് പ്ലേസ് വിത്തിൻ ദ ഫൈബർ. ഫൈബറിൻ്റെ ഉള്ളിലാണ് മോഡുലേഷൻ നടക്കുക. രണ്ടാമത്തത് പാസീവ് സെൻസേഴ്സ്, എക്സ്ട്രിൻസിക് സെൻസർ എന്നും പറയും. സോ ഹിയർ ദ മോഡുലേഷൻ ടേക്സ് പ്ലേസ് ഔട്ട്സൈഡ് ദ സെൻസേഴ്സ്. അങ്ങനെ രണ്ട് ടൈപ്പ് സെൻസേഴ്സ് ഉണ്ട്. Now let us see intensity modulated sensor. Normally this is asked as 4 mark question. ഒരു 4 മാർക്ക് ക്വസ്റ്റൻ ഒക്കെ ആയിട്ടാണ് ചോദിക്കുക. ഇൻറ്റൻസിറ്റി മോഡുലേറ്റഡ് സെൻസറിൻ്റെ മെയിൻ ഭാഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സാധനമാണ്. ഒരു ഓപ്റ്റിക്കൽ ഫൈബർ, ഇവിടെ ദിസ് ഈസ് ഓപ്റ്റിക്കൽ ഫൈബർ. ഓപ്റ്റിക്കൽ ഫൈബറിൽ കൂടെ ലൈറ്റ് പോകുന്നുണ്ട്. ഇത് രണ്ടും സെൻസറിൻ്റെ ഭാഗമാണ്. പ്രഷർ അപ്ലൈ ചെയ്യാത്തപ്പോൾ ഉള്ള ഫോട്ടോ ആണിത്. ആൻഡ് വെൻ പ്രഷർ ഈസ് അപ്ലൈഡ്, you can see optical fiber deformed ആയി, വളഞ്ഞു പോയി. ഉണ്ടോ? optical fiber has deformed. So at this bending വരുമ്പോൾ optical fiber, when it bends, at the bending the refractive index changes. Refractive index change ആവും. So light is lost at the bendings. ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റ് ഇൻഡെക്സ് മാറും. അപ്പോൾ അവിടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കില്ല, and the light is lost. So intensity reduces. So depending on the intensity lost, it is sensed. It is sensed in comparator. Comparator detect the comparator compare sense output. So that is how it works. That's a brief idea. So variations of intensity of light ആണ് ജഡ്ജ് ചെയ്യണ എന്ത് intensity modulated sensor എന്ന് പറയുന്നത്. So here you can see, നോക്കൂ, ലൈറ്റ് ഈസ് കമ്മിങ് ഫ്രം ദ സോഴ്സ്. ഇതാണ് ലൈറ്റ് സോഴ്സ്. ലൈറ്റ് സോഴ്സ് ലൈറ്റ് ഈസ് കമ്മിങ്. ലൈറ്റിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ആൻഡ് ദിസ് ആക്ട് ആസ് ദ അപ്പർ പാർട്ട് കൂടെ പോണത് ഒറിജിനൽ ബീം ഓഫ് ലൈറ്റ് ആണ്. ദാറ്റ് വിൽ ആക്ട് ആസ് റെഫറൻസ് ബീം. അതിനെ ഡിറ്റക്ട് ചെയ്യാനുള്ളതാണ് റെഫറൻസ് ഡിറ്റക്ടർ. രണ്ടാമത്തെ ബീം, ദ ബീം വിച്ച് ഈസ് ഗോയിങ് ഫോർ മെഷറിങ് സംതിങ്, that goes through the material അതിൽ ഓർ ദ ഇൻസ്ട്രുമെൻറ്റ്. പ്രഷറാണ് ചെക്ക് ചെയ്യണത്. പ്രഷർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പ്രഷർ വേരിയേഷൻ വരും. പ്രഷർ വേരിയേഷൻ വരുമ്പോൾ അത് ഡിറ്റക്ടറിലെത്തുന്നു, ഡിറ്റക്ട് ചെയ്യണം. സോ ഇവിടെയാണ് ആ പ്രഷർ വേരിയേഷൻ നടക്കുന്നത്.
force applied ആണ്. So pressure variation takes place over here and it gets detected. അതിൻ്റെ ഔട്ട്പുട്ടും റെഫറൻസ് ഡിറ്റക്ടറിൻ്റെ ഔട്ട്പുട്ടും കമ്പാരറ്ററിലേക്ക് എത്തും. Now as a comparator will compare the waves coming from reference detector and detector. അത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കണ്ട് ലോവർ ബ്രാഞ്ച് കൂടെ വരുന്ന ബീം മോഡുലേറ്റഡ് ആയിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഡിപ്പെൻഡിങ് ഓൺ മോഡുലേഷൻ ഓഫ് ദ second beam, it gives the output as output in temperature. So this is the pressure. Depending on the modulation of the second beam, it gives the comparator gives the output in terms of pressure. That is how it works. So force is applied on the top of upper block. Pressure acts on the fiber and deforms it. Micro bends takes place and it changes intensity of the reference signal, intensity with respect to reference signal, and idea gives of this change in intensity reflects in pressure applied.